ഹായ് മൈ ഡിയേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെറ്റിക്കുലേറ്റ് വെനേഷനും പാരലൽ വെനേഷനും എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു ചെടി കണ്ടാൽ അത് ഏത് വെനേഷനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അല്ലേ? അതിൻ്റെ ലീഫ് നോക്കിയിട്ട് കഴിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രാവശ്യം കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞത്. റെറ്റിക്കുലേറ്റ് വെനേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ മെയിൻ വെയിൻ ഇൻ ദ മിഡിൽ ഓഫ് ദ ലീഫ് സ്റ്റാർട്ടിങ് ഫ്രം ദ ലീഫ് സ്റ്റോക്ക് ടു ഇറ്റ്സ് ടിപ്പ്. ഇലയുടെ നെട്ട് മുതൽ അഗ്രഭാഗം വരെ നീണ്ടു പോകുന്ന ഒരു മെയിൻ വെയിന് സെൻറ്ററിൽ കൂടെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ സ്മോൾ ബ്രാഞ്ചസ് അറൈസിങ് ഫ്രം ദ മെയിൻ വെയിൻ, ചെറിയ ബ്രാഞ്ചുകളായിട്ട് സൈഡിലോട്ട് എന്തുണ്ടാകും, വെയിനുകൾ ഇങ്ങനെ പോകുന്നുണ്ടാകും. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ തോന്നിപ്പിക്കുന്നതാണ് നമ്മൾ ജാലിക ശിരാവിന്യാസം അഥവാ റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഒരുപാട് റെറ്റിക്കുലേറ്റ് വെനേഷന് കാണുന്ന ഒരുപാട് ഇലകൾ എക്സാമ്പിളായിട്ട് പറയാൻ കഴിയും. മാംഗോ ലീഫ്, ജാക്ക് ഫ്രൂട്ട് ലീഫ്, അതുപോലെ ഗുവ ലീഫ്. ഇനി പാരലൽ വെനേഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പാരലൽ വെനേഷനിൽ ഫ്യൂ വെയിൻ സ്റ്റാർട്ട് ഫ്രം ദ എൻഡ് ഓഫ് ദ സ്റ്റോക്ക് ആൻഡ് റൺ ടു ദ ടിപ്പ് ഓഫ് ദ ലീഫ് പാരലലി. അതായത് കുറച്ച് വെയിൻസ് സമാന്തരമായിട്ട് അതിൻ്റെ അതായത് നമ്മുടെ ഇലയുടെ അഗ്രഭാഗം മുതൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു നിൽക്കുന്ന അതായിരിക്കും അതിൻ്റെ വെയിനുകൾ. അതിലൊരിക്കലും ഒരു വെയിന് മറ്റൊരു വെയിനുമായിട്ട് ടച്ച് ആവില്ല. നോ നെറ്റ്വർക്ക് കണ്ടീഷൻ ബിക്കോസ് ദ വെയിൻസ് ആർ പാരലൽ ടു വൺ അനദർ. ഒക്കെ പാരലൽ ആയതുകൊണ്ട് ഒന്നിനായിട്ട് കണക്റ്റഡ് ആവില്ല. അതിന് എക്സാമ്പിൾസ് ആയിരുന്നു കോക്കനട്ട് ലീഫ്, ബനാന ട്രീ ലീഫ്, അതുപോലെ തന്നെ ബാംബൂ ലീഫ്, പാം ലീഫ്, ഷുഗർ കെയിൻ, paddy leaf, maize, etc. Yes, before we study about taproot system and fibrous root system. നമ്മളതിന് മുമ്പ് വേരുകളെ കുറിച്ച് പഠിച്ചപ്പോൾ തായ് വേരുപടലും നാല് വേരുപടലും കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൽ ടാപ്പ് റൂട്ട് അഥവാ തായ് വേര് എന്ന് പറഞ്ഞാൽ ഇറ്റ് കോൺസിസ്റ്റ് ഓഫ് ദ ലാർജർ ടാപ്പ് റൂട്ട് ആൻഡ് ദ സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. ഒരു ലാർജർ ടാപ്പ് റൂട്ടിൽ നിന്ന് ചെറിയ ചെറിയ സ്മോൾ ബ്രാഞ്ചസ് ആയിട്ടുള്ള റൂട്ടുകൾ എന്ന് വളർന്നു വരുന്നതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അതായത് മെയിനായിട്ടൊരു തായ് വേരുണ്ടാകും, അതിൽ നിന്ന് ബ്രാഞ്ചുകളായിട്ട് ചെറിയ വേരുകൾ വളർന്നു വരുന്നതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം അഥവാ തായ് വേര് പടലം. ഇനി ഫൈബ്രസ് റൂട്ട് സിസ്റ്റം നോക്കാം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ഇൻക്ലൂഡ്സ് എ ക്ലസ്റ്റർ ഓഫ് റൂട്ട്സ് സിമിലർ റൂട്ട്സ്. അതായത് ഒരേപോലെയുള്ള ഒരു കൂട്ടം വേരുകൾ എല്ലാം തുടങ്ങുന്നത് ഇലക്കാണ്ഡത്തിൻ്റെ അടിഭാഗത്ത് നിന്നായിരിക്കും. അതൊരുപോലെ വളരുന്ന വേരുകളായിരിക്കും. ഒന്ന് പോലെ മെയിനായിട്ട് നിൽക്കുന്നതൊന്നും ഉണ്ടാവില്ല. എല്ലാ വേരുകളും ഒരുപോലെ വളർന്ന് നിൽക്കുന്നതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെമ്മ്. ആ സ്റ്റെമ്മിന്ന് ഒരേപോലെ വളരുന്നതാണിത്. Now we tabulate the root system and the venation of the plants we observed. നമ്മൾ നിരീക്ഷിച്ച സസ്യങ്ങളുടെ റൂട്ട് എങ്ങനെയാണോ വെനേഷൻ എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ഇതിനൊന്ന് അടയാളപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചില സസ്യങ്ങളുടെ റൂട്ട്സ് ഒന്ന് വീഡിയോ കാണാം. ഈ റൂട്ടുകളും വെനേഷനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. Listen here. This plant's roots is a taproot and look at the leaves. It is reticulate venation. So the jackfruit tree, reticulate venation and taproot. Okay. Then we add here jackfruit tree, taproot system and reticulate venation. It's Muttanga plant, parallel venation leaves and the fibrous root system. So we can add this to this column. ഇനി ഇവിടെ കാണിക്കുന്ന സസ്യങ്ങളുടെയൊക്കെ വെനേഷനും റൂട്ട് സിസ്റ്റമൊക്കെ നിങ്ങൾ ഇതുപോലെ കള്ളിയിലേക്ക് എടുത്തെഴുതണം. പ്ലാൻ റെറ്റിക്കുലേറ്റ് വെനേഷൻ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ആണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന ഗ്രാസ് പാരലൽ വെനേഷനാണ്. ലീവ്സ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്.
എല്ലാ വേരുകളും സിമിലറാണ്. This one, another one, red spinach. This root system, reticulate venation and taproot system. Sugar cane, parallel venation, fibrous root system. Maize, fibrous root system, parallel venation. Vattaperu leaves, reticulate venation, taproot system. Dates palm tree, venation, parallel venation, fibrous root system. Banyan tree, its leaves are in reticulate venation and the root system is taproot system. Palm tree, parallel venation, fibrous root system. Coconut tree, parallel venation, fibrous root system. Banana tree, parallel venation, fibrous root system. We analyzing our observation. Jackfruit tree, jasmine plant, red spinach, vattaperu plant, banyan tree leaves are in reticulate venation, and coconut leaf, bamboo leaf, palm tree, banana leaf, ginger leaf, date palm tree, maize, sugarcane leaves are in parallel venation. And here we concluded that the nature of the roots and the venation in leaves of a plant is related. If the root is taproot, then the plant has reticulate venation. If the root is fibrous root, then the plant has parallel venation. So, in this way, the root and venation in leaves are related. ജനങ്ങളിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു ചെടിയുടെ വേരും അതിൻ്റെ ഇലകളുടെ ശിരാവിന്യാസവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ചെടിയുടെ വേര് ടാപ്പ് റൂട്ട് ആണെങ്കിൽ, അതായത് തായ് വേരാണെങ്കിൽ, ഇല റെറ്റിക്കുലേറ്റ് വെനേഷൻ അഥവാ ജാലിക ശിരാവിന്യാസമായിരിക്കും. ചെടിയുടെ വേര് നാലുവേര് പടലം അഥവാ ഫൈബ്രസ് റൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഇലകളുടെ ശിരാവിന്യാസം പാരലൽ വെനേഷൻ അഥവാ സമാന്തര ശിരാവിന്യാസമായിരിക്കും. കൂട്ടുകാരെ, ഇനി നമ്മുടെ നെന്മണിയുടെ സ്വന്തം കഥയാണ് പറയുന്നത്. ഉണക്കാനിട്ട നെന്മണികളിൽ ഒന്ന് മുറ്റത്തിൻ്റെ മൂലയിൽ തെറിച്ചു വീണു. വേനൽമഴ കിട്ടിയതോടെ നെന്മണിക്ക് പല മാറ്റങ്ങളും ഉണ്ടായി. എന്തെല്ലാം മാറ്റങ്ങളായിട്ടും ഉണ്ടായിട്ടുണ്ടാവുക? I was born as the daughter of a group of mother who lived happily. വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം അമ്മമാരിൽ ഒരാളുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. There were many of us on mother's grain stalk. അമ്മയുടെ കതിർക്കുലയിൽ ഞങ്ങൾ ധാരാളം പേരുണ്ടായിരുന്നു. Some of us were eaten by a pest, ചാഴി. ചില ആളുകളെ ഞങ്ങളിൽ ചിലരെ ചാഴി എന്ന ജീവി ആഹാരമാക്കി. The rest of us grew up strong and ripened. ബാക്കിയുള്ളവർ വളർന്ന് കരുത്തോടെ പാകമായി നിന്നു. Farmers reaped our mothers, who bore us bright and golden in their hands, threshed and cleaned them. സ്വർണ്ണ നിറമാർന്ന ഞങ്ങളെയും ചുമന്ന് നിന്നിരുന്ന അമ്മമാരെ കൃഷിക്കാർ വന്ന് കൊയ്തെടുത്ത് മെതിച്ച് വൃത്തിയാക്കി. It was from there that I reached Arun's house. അവിടെ നിന്നുമാണ് ഞാൻ അരുണിൻ്റെ വീട്ടിലെത്തിയത്. When we were laid in the sun on a mat to dry, I was scattered to a corner in the yard. With the summer rain, I started changing all over. ഉണക്കാനിട്ട പായയിൽ നിന്നും തെറിച്ച് മുറ്റത്തിൻ്റെ ഒരു മൂലയിൽ ഞാൻ വീണു. വേനൽ മഴ കിട്ടിയതോടെ എന്നിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. What are the changes occurred to that seed? ഉണങ്ങിക്കിടന്നിരുന്ന വിത്തുകൾ മഴ പെയ്യുന്നതോടുകൂടി
പല മാറ്റങ്ങളും സംഭവിച്ച് പുറത്തു വരാറുണ്ട്. ഏതൊക്കെ രീതിയിലാണ് വിത്തുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷണം നടത്തേണ്ടത് എന്ന വിധം ടീച്ചർ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. Now we take it as a project. Our aim is to classify plants based on the changes in their seeds during the germination. പ്രൊജക്റ്റിൻ്റെ പ്രധാന ഘട്ടങ്ങളാണ് എയിം, ലക്ഷ്യം, മെറ്റീരിയൽസ് നീഡഡ്, ആവശ്യമായ സാധനങ്ങൾ, പ്രൊസീജിയർ അതിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ, നോട്ട് ഡൗൺ ദ ഫോളോയിങ് ദിസ്. പിന്നെ നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കണ്ടെത്തലുകൾ. ഇങ്ങനെയാണ് പ്രൊജക്റ്റിൻ്റെ വിവിധ ഘട്ടങ്ങൾ. ഫസ്റ്റ് എയിം, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിത്ത് മുളക്കുന്ന വിവിധ ഘട്ടങ്ങൾ നിരീക്ഷിച്ച് ചെടികളെ തരംതിരിക്കാനാണ്. മെറ്റീരിയൽസ് നീഡഡ്: എ ബോട്ടിൽ വിത്ത് വൈഡ് മൗത്ത്, ബ്ലോട്ടിംഗ് പേപ്പർ, കോട്ടൺ, വാട്ടർ ആൻഡ് സീഡ്സ്, റൈസ്, മസ്റ്റാർഡ്, പീ, മൈസെ, ഗ്രൗണ്ട് നട്ട്. ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. പ്രൊസീജിയർ: cut the bottle paper in the right size and roll it. Place it in the bottle. Fill the bottle with cotton. Soak the seed in water. Place the seed between the paper and the bottle. Keep the cotton wet. Keep the bottle in a room near the sunlight. Observe the seeds 5 to 6 days. ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ കൃത്യമായിട്ട് കാണിച്ചു തന്നതാണത്. ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ നടുവിൽ ആ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ചിട്ട് ഇടയിൽ ആ പേപ്പറിൻ്റെയും ബോട്ടിലിൻ്റെ ഇടയിൽ കോട്ടൻ്റെ തുണി നനച്ച് വെക്കുക. അതിൽ ഏത് വിത്താണോ മുളപ്പിക്കേണ്ടത് അതിട്ട് വെച്ചിട്ട് സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു 5-6 ദിവസം ആ വിത്തിന് സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും നിരീക്ഷിച്ച് എഴുതി വെക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നോട്ട് ഡൗൺ ദ ഫോളോയിങ് തിങ്സ്. വിച്ച് പാർട്ട് കം ഔട്ട് ഫസ്റ്റ്? ദ റെഡ് നിന്നും ആദ്യം മുളച്ച് വരുന്ന ഭാഗം ഏതാണ്? 2. വാട്ട് ഹാപ്പൻ ടു ദിസ് പാർട്ട്? ഈ ആദ്യം വരുന്ന ഭാഗത്തിന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? വാട്ട് കം നെക്സ്റ്റ്? ഡസ് ഇറ്റ് ഗ്രോ അപ്വേർഡ് ഓർ ഡൗൺവേർഡ്സ്? പിന്നീട് എന്ത് സംഭവിക്കും? ഇത് മുകളിലോട്ട് വളരുമോ അതോ താഴേക്ക് വളരുമോ? ഡു യു സീ 2 thick leaf-like parts in every plant? എല്ലാ വിത്തുകളും മുളക്കുമ്പോഴും 2 കട്ടിയുള്ള ഇലകളുള്ള ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ദാറ്റ് റൂട്ട് സിസ്റ്റം? ആ ചെടിയുടെ റൂട്ട് സിസ്റ്റം ഏതാണ്? 2 കട്ടിയുള്ള ഇതളുകൾ വരുന്ന ചെടിയുടെ റൂട്ട് സിസ്റ്റം ഏതാണ്? ഇത്രയും കാര്യങ്ങൾ നിരീക്ഷിച്ച് നിങ്ങളുടെ കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുക. Okay, see you. Bye.